ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ നിമിഷവും അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിലെ ഓരോ നിമിഷവും എന്താണ് പറഞ്ഞ്? അനുഗ്രഹത്തിൻ്റെ. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇതൊക്കെ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നതായിട്ടും ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടാണ് മനസ്സിലാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വിശ്വാസിയായൊരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഓരോ നിമിഷവും എന്ത് തന്നെയാണ് പറഞ്ഞേ? വച്ചതി പറഞ്ഞേ? ദൈവാനുഗ്രഹം. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇത് ദൈവാനുഗ്രഹമാണ്. ഇപ്പം ഓർത്ത് നോക്കിയേ, ഇപ്പം നമ്മൾ വഴി കൂടെ നടന്നു പോവുക. ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു അപകടമുണ്ടാകുകയാണെന്ന് കരുതുക. ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ നമ്മൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുന്നത്? പറഞ്ഞ് രക്ഷപ്പെട്ടില്ലേ ഒന്നും പറയില്ല. രക്ഷപ്പെട്ടാൽ എന്തു പറയും? എന്തു പറയും? ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലേ? ഇല്ലേ? കുറേ നാളുകളായിട്ട് മുടങ്ങിയിരുന്ന നമ്മുടെ വീട്ടിലെ മോൻ്റെയോ മോളുടെ വിവാഹം ഒരു ദിവസം മനോഹരമായിട്ട് നടന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെയും പറയും ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം ശരിയായി. ഇല്ലേ? വീട്ടിൽ ആർക്കെങ്കിലും കാര്യമായ ഒരു അസുഖമായിരുന്നു, ഒത്തിരി ചികിത്സകൾ നടത്തി, ഒത്തിരി നമ്മളൊരു ആശുപത്രികൾ പോയി, അവിടെ പോയി ഇവിടെ പോയി ധാരാളം നമ്മൾ കാശ് മുടക്കി, രോഗം ഭേദമായില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി, അതോടുകൂടെ പരിപൂർണമായ സൗഖ്യം കിട്ടി. അവിടെയും നമ്മൾ എന്തെന്ന് പറയും? എന്തു പറയും? ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം. പ്രിയപ്പെട്ടവർ, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ജീവിതത്തിൽ ഇതുപോലെ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദൈവാനുഗ്രഹമെന്ന്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതുപോലെ കൈവിരളയിലെണ്ണാവുന്ന 1, 2, 3 അവസരങ്ങളല്ല. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെന്ത് തന്നെയാണ്? പറഞ്ഞേ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വിശ്വാസിക്ക് അതെന്ത് തന്നെയാണ്? ദൈവാനുഗ്രഹമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്നു എന്നുള്ളത് എന്ത് തന്നെയാണ്? ദൈവാനുഗ്രഹം അല്ലേ? അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, ദൈവം നമുക്ക് ജ്ഞാനം നൽകാൻ വേണ്ടി, ദൈവം നമ്മളെ പൗത്രീകരിക്കാൻ വേണ്ടി, ദൈവം നമ്മളെ വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളും നിമിഷങ്ങളുമാണ് ഈ കൺവെൻഷൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം ദൈവത്തോട് സഹകരിക്കുന്നോ അതനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്? അനുഗ്രഹം. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് നമ്മളോട് ആരോടും വൈരാഗ്യമില്ല. ഉണ്ടോ? ഇന്നലെ നമ്മൾ കണ്ടു, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് അല്ലേ? അപ്പോൾ ദൈവത്തിന് ആരോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. ദൈവം അനുഗ്രഹിക്കാൻ. പക്ഷെ നമ്മൾ എത്രമാത്രം ദൈവത്തോട് സഹകരിക്കുന്നോ അതനുസരിച്ചാണ് എന്ത് കിട്ടുന്നത്? പറഞ്ഞ് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുക. പ്രിയപ്പെട്ടവർ, എന്ന് ഓർത്ത് നോക്കി, ഇതിന് ഏറ്റവും നല്ല ഒരു മാതൃക നമുക്ക് വിശുദ്ധരാണ് അല്ലേ? നമ്മളെല്ലാവരും ആരായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പറഞ്ഞ് വിശുദ്ധരായി. നമ്മളെല്ലാവരും ആരായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന? പറഞ്ഞ് ആരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നത്? ആരെയാണ് നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നത്? നമ്മളെ ആരെങ്കിലും വിശുദ്ധരെന്ന് വിളിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധരെ കുറിച്ച് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ജീവിച്ചാൽ അതൊരിക്കലും നഷ്ടമല്ല, നേട്ടമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ജീവിച്ചാൽ അത് ഒരിക്കലും നഷ്ടമല്ല, നേട്ടമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ആര് പറഞ്ഞ്? പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുന്നുണ്ട്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ ഞാൻ രാത്രി ജാഗരണ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ പോയി. അവിടെ എല്ലാ മാസവും ജാഗരണ പ്രാർത്ഥനയുണ്ട്. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ജാഗരണ പ്രാർത്ഥന. നമുക്കറിയാം, അൽഫോൻസാമ്മയുടെ കബറിടം എവിടെയാണെങ്കിൽ അതിൻ്റെ തൊട്ടു മുന്നിൽ അൾത്താരയുണ്ട്. അതിൻ്റെ അൾത്താരയുടെ സൈഡിൽ നിന്നാണ് അച്ഛൻ സംസാരിക്കുന്നത്. രാത്രി ഒരു 9 മണി മുതൽ 10:45 വരെ 1.25 മണിക്കൂർ നീളുന്ന ഒരു വലിയ പ്രസംഗമാണ്. അതിനുശേഷം ആരാധനയോട് രാവിലെ മുതൽ അവിടെ ജാഗരണ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഈ കബറിടത്തിന് ചുറ്റും ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതിൻ്റെ വലതുവശത്തൊരു വിങ്ങുണ്ട്, അവിടെയുണ്ട്, ഇപ്പുറത്തൊരു വിങ്ങുണ്ട്, മുറ്റത്തുണ്ട്, ധാരാളം ആളുകൾ, അവിടെയൊക്കെ 100 കണക്കിന് ആളുകൾ തിങ്ങി ഇരിക്കുക. അപ്പം ഞാൻ ഈ കബറിടത്തിൻ്റെ മുമ്പിലുള്ള ഈ അൾത്താരയുടെ ഇവിടെ നിന്ന് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ 1.25 മണിക്കൂർ സംസാരിക്കുന്ന ആ സമയം മുഴുവൻ ഈ അൽഫോൻസാമ്മയുടെ കബറിടത്തിന് ചുറ്റും ഇരിക്കുന്ന ആളുകൾ, ചില ആളുകൾ കബറിടത്തെ തൊട്ട് മുത്തുന്നുണ്ട്, ചില ആളുകൾ കബറിടത്തെ തൊട്ട് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വെക്കുന്നു, ചില ആളുകൾ കബറിടത്തെ തൊട്ടിട്ട് കുരിശു വരയ്ക്കുന്നു. ഈ 1.25 മണിക്കൂറും ഈ ആളുകൾ ഇതിന് ചുറ്റും കൂടി ഈ മുത്തുകയും ഈ തൊട്ടത് ഏറ്റിയെ വെക്കുകയും ഈ കുരിശു വരയൊക്കെ വെച്ച് നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഈ അൽഫോൻസ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു സാധാരണ കന്യാസ്ത്രീ അടക്കിയിരിക്കുന്ന ആ കബറിടത്തിൻ്റെ മുകളിലുള്ള ഈ മാർബിൾ കല്ലിൽ തൊട്ടാണ് ഈ രാത്രി ഉറക്കം വേണ്ടെന്ന് വെച്ച് ഈ 100 കണക്കിന് ആളുകൾ ചുറ്റുമിരുന്ന് ഈ കുരിശു വരയ്ക്കുന്നതും ഈ തൊട്ട് നെറ്റിയിൽ വെക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഇവർ വിശ്രമം വേണ്ടെന്ന് വെച്ച് ഈ കബറിടത്തിൻ്റെ ചുറ്റുമിരുന്ന് ഇതുപോലെ അവർ തൊട്ട് കൈവെക്കുമ്പോൾ, മുത്തുമ്പോൾ, അൽഫോൻസാമ്മയുടെ ആ കബറിടത്തിൽ തൊട്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇവരൊക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? ഇവര് ലോകത്തോട് പറയുക, അൽഫോൻസാമ്മേ, അന്ന് നീ ജീവിച്ചത് നേട്ടമായി പോയി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധരെ കുറിച്ച് പറയുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ജീവിച്ചാൽ നഷ്ടമല്ല, നേട്ടമാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും വിശുദ്ധരെ കുറിച്ച് പറയുന്നത്, തങ്ങൾക്ക് കിട്ടിയ വിശ്വാസത്തിന് ജീവൻ കൊടുത്തവരാണ്. ആര് പറഞ്ഞ്? ആരെയാ നമ്മൾ വിശുദ്ധരെന്ന് വിളിച്ച് പറഞ്ഞ്? തങ്ങൾക്ക് കിട്ടിയ വിശ്വാസത്തിന് ജീവൻ കൊടുത്തവർ. പ്രിയപ്പെട്ടവർ, എങ്ങനെയാ വിശ്വാസത്തിന് ജീവൻ കൊടുക്കുന്നത്? ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിന് ജീവൻ കൊടുക്കുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിന് ജീവൻ കൊടുക്കുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ, ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി പള്ളിയിൽ പോകുമ്പോൾ, ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി ധ്യാനം കൂടുമ്പോൾ, ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതി ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വിശ്വാസത്തിന് ജീവൻ കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആരായിത്തീരുവാണ് പറഞ്ഞ്? അപ്പോൾ ഈ ധ്യാനം, ഈ കൺവെൻഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വിശ്വാസത്തിന് എന്ത് ചെയ്യുന്നു പറഞ്ഞ്? അപ്പോൾ നമ്മൾ ആരായിത്തീരുക? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം, നമ്മൾ പലപ്പോഴും ഓർക്കും, എന്തിന് പള്ളിയിൽ പോകണം, എന്തിന് കുമ്പസാരിക്കണം, എന്തിന് ക്ഷമിക്കണം, എന്തിന് മറ്റുള്ളവരോട് നന്മ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങൾക്ക് തമ്പുരാൻ വിശുദ്ധരിലൂടെ നമുക്ക് ഉത്തരം തരികയാണ്. നീ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസത്തിന് ജീവൻ കൊടുക്കുമ്പോൾ നീ ഇതുപോലെ വിശുദ്ധയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്ന ആരായി തീരാനാണ്? അപ്പോൾ ഈ പടത്തകടവ് പള്ളിയിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്ന ആരായി തീരാൻ വേണ്ടിയാ പറഞ്ഞ്? വിശുദ്ധരായി തീരാൻ. പക്ഷെ വിശുദ്ധരാകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വലിയൊരു സ്വപ്നമുണ്ട്. എന്താ ദൈവത്തിൻ്റെ സ്വപ്നം? ദൈവത്തിന് ഒരൊറ്റയൊരു സ്വപ്നമേ ഉള്ളൂ. സ്വപ്നം ഇതാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോവരുത്. പ്രിയപ്പെട്ടവർ, ഇതാണ് ദൈവത്തിൻ്റെ സ്വപ്നമെങ്കിൽ ഇന്ന് നമ്മൾ ഈ സമയത്ത് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ചൂടുമടിച്ച് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനിരിക്കുന്ന നമ്മളൊക്കെ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ശരിയാണോ? പക്ഷെ ഈ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പൂർണ്ണമായി സഹകരിച്ചേ മതിയാവൂ. നമ്മൾ ദൈവത്തോട് പൂർണ്ണമായി സഹകരിച്ചേ മതിയാവൂ. ഞാൻ ഓർക്കുന്നുണ്ട്,
കോതമംഗലത്ത് ഒരു പള്ളി ധ്യാനിപ്പിക്കാൻ പോയി. ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് വീട് സന്ദർശനത്തിന് കപ്പുച്ചമിഷൻ ധ്യാനത്തിന് ചെന്നു. പല വീടുകൾ കയറി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു മിടുക്കനൊരു പയ്യനുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇങ്ങ് വരാൻ പറഞ്ഞു. ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ എൻ്റെ മടി കയറ്റി അവനെ ഇരുത്തി. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അച്ഛാ ഇവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, കൊള്ളാം, മിടുക്കൻ, നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറഞ്ഞു. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അവനോട് ചോദിച്ചു, എടാ എന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അച്ഛൻ്റെ കട്ടുണ്ടോടാ? അന്നേരം ഇവൻ പറഞ്ഞു, ഉണ്ടച്ചാ നല്ല അച്ഛൻ്റെ ഉണ്ടോ? ഇല്ലേ? പോകട്ടെ. അപ്പോൾ ഇവൻ പറഞ്ഞു, നല്ല അച്ഛൻ കട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടും പറഞ്ഞു, എടാ നിന്നെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അച്ഛൻ്റെ കട്ടുണ്ടെന്ന് പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, 10-ാം ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ കൂടെ അച്ഛനാകാൻ പോരടാ. അന്നേരം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് എന്നോട് പറഞ്ഞു, അതൊന്നും നടപ്പില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാടാ? അന്നേരം 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് എന്നോട് പറഞ്ഞു, എനിക്കും ഇല്ലേ അച്ഛാ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹമൊക്കെ. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് ഇത്രമാത്രം വലിയ സ്വപ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് സ്വപ്നം കാണാൻ പാടില്ലാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് കട്ടിലേലിരുന്നിട്ട് കാണേണ്ട സ്വപ്നവും ഉരുവിടേണ്ട പ്രാർത്ഥനാ മന്ത്രവുമാണ്, ദൈവമേ ഇന്ന് എന്നെ ആശ്രയിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ഞാൻ മൂലം നശിക്കാൻ ഇടവരരുതേ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും എല്ലാ ദിവസവും നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം ഇതാണ്, ഇന്നേ ദിവസവും എന്നെ ആശ്രയിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന, ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയും ഞാൻ മൂലം നശിക്കാൻ ഇടവരരുതേ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഓർത്തു നോക്കിയേ, നമ്മളോട് ആളുകൾ സമീപിച്ച് കഴിയുമ്പോൾ അവർ തന്നെ നശിച്ചു പോകുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി രക്ഷപ്പെടണമെന്ന ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? നമ്മൾ സാധാരണ ബന്ധങ്ങളെക്കുറിച്ച് പലപ്പോഴും ഓർത്തു നോക്കിയേ, ഈ പാപങ്ങൾ നമ്മളെ ഈ തിന്മയിലേക്ക്, ഈ നാശത്തിലേക്ക് പലപ്പോഴും നമ്മളെ നയിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ബന്ധങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. നമുക്കറിയാം, ഈ ബന്ധങ്ങളുടെ തകർച്ചയാണ് പലപ്പോഴും പാപമെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ സമൂഹ ജീവിയാണ്. ആരാണെന്ന് നമ്മൾ പറഞ്ഞ്? സമൂഹ ജീവിയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന് പറയും. ഒരു മനുഷ്യനും ഒരു ദ്വീപല്ല. എന്താ ദ്വീപിൻ്റെ പ്രത്യേകത? വെള്ളത്തെ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പറഞ്ഞ്. അപ്പോൾ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യന് ഒരു ദ്വീപല്ലെന്നാ പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇതുപോലെ സമൂഹ ജീവിയ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദ്വീപാകാൻ വേണ്ടിയല്ല, മറിച്ച് ബന്ധങ്ങളിൽ വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ബന്ധങ്ങളാണ് നമ്മളെ വളർത്തുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മൾ സാധാരണ രീതിയിൽ കുമ്പസാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമുക്ക് 4 തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. 1 ദൈവത്തോടൊരു ബന്ധമുണ്ട്, 2 മറ്റുള്ളവരോടൊരു ബന്ധമുണ്ട്, 3 പ്രകൃതിയോടൊരു ബന്ധമുണ്ട്, 4 എനിക്ക് എന്നോട് തന്നെ ഒരു ബന്ധമുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട ബന്ധങ്ങളുണ്ട്. 1 ദൈവത്തോട്, 2 മറ്റുള്ളവരോട്, 3 പ്രകൃതിയോട്, 4 എനിക്ക് എന്നോട് തന്നെ. പ്രിയപ്പെട്ടവർ, ഈ 4 തരത്തിലുള്ള ബന്ധങ്ങളും വളരെ സുതാര്യമായിട്ട് പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിന് എന്തുണ്ട്? ഒരു ബാലൻസ് ഉണ്ട്. എന്തുണ്ടോ പറഞ്ഞേ? ഇപ്പോൾ നമുക്കറിയാം, താഴെ കിടക്കുന്ന കാറ്, ഭർത്താവും ഭാര്യയും കാർ ഓടിച്ച് വീട്ടിലേക്ക് പോവുക. ധ്യാനം കഴിഞ്ഞ് ഭർത്താവ് കാർ ഓടിക്കുന്നു, ഭാര്യ ഇപ്പുറത്തെ സീറ്റിലിരിക്കുന്നു. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. ഇവിടുന്ന് 1/2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഭർത്താവ് കാറ് നിർത്തി, പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ഈ കാറിന് ചുറ്റും ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തു പറ്റി ഏട്ടാ? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാ പറ്റാനാടി? കാറിൻ്റെ ടയറിൻ്റെ കാറ്റ് പോയി. അപ്പോൾ ഭാര്യ ചോദിച്ചു, എത്ര ടയറിൻ്റെ കാറ്റ് പോയി? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, 1 കാറ്റ് പോയുള്ളൂ. ഭാര്യ പറഞ്ഞു, ഒരെണ്ണത്തിൻ്റെ കാറ്റ് പോയുള്ളൂ, ബാക്കി 3 ടയറിൽ ഇഷ്ടംപോലെ കാറ്റില്ലേ, ചേട്ടൻ അങ്ങ് ഓടിച്ചു പോക്കേന്ന് പറഞ്ഞാൽ അങ്ങ് ഓടിച്ചു പോകാൻ പറ്റുമോ? പ്രിയപ്പെട്ട, ഒരു ടയറിൻ്റെ കാറ്റേ പോയുള്ളൂ, പക്ഷെ വണ്ടിയുടെ എന്തു പോയി? ബാലൻസ് പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, പ്രകൃതിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ തിന്മ ചെയ്ത് പാപത്തിന് അടിമകളായി നമ്മൾ മ്ലേച്ഛതയിൽ ജീവിക്കുമ്പോൾ ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ വിള്ളൽ വീണാൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസ് ആ നിമിഷം തന്നെ പോയി. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബന്ധങ്ങളെ നമ്മൾ
വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ബന്ധങ്ങൾ തകർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം താറുമാറാകുകയാണ്. അതുകൊണ്ട് ഇന്ന് പാപത്തെക്കുറിച്ച്, പശ്ചാത്താപത്തെക്കുറിച്ച്, കുമ്പസാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും യുക്തമാണ്. അതുകൊണ്ട് നമ്മൾ ആ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞല്ലോ 4 തരത്തിലുള്ള ബന്ധങ്ങളാണ് ഉള്ളത്. ഇപ്പം ഓർത്ത് നോക്കിയേ, നമ്മുടെയൊക്കെ വീടുകളിൽ ചില വീടിൻ്റെ ചില മുറികളിൽ നമുക്കറിയാം, ചില മുറികളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ചിലന്തി വലകൾ കാണാം അല്ലേ? ഈ ചെറിയ ചിലന്തി വല കണ്ടാൽ എന്താ അതിനർത്ഥം? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് പറഞ്ഞ്? ചെറിയ ചിലന്തിയാണ്. വലിയ ചിലന്തി വല കണ്ടാൽ അതിനർത്ഥം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ്? വലിയ ചിലന്തിയ. പ്രിയപ്പെട്ടവരെ, ചിലന്തി വലയുടെ വലിപ്പം കണ്ടാൽ അറിയാം ചിലന്തിയുടെ വലിപ്പം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം ബന്ധങ്ങളിലേക്ക് വളരുന്നു, എത്രമാത്രം ബന്ധങ്ങളിലേക്ക് നമ്മൾ ആഴപ്പെടുന്നു, അതനുസരിച്ചാണ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമാവുക. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്, ഇപ്പം ഓർത്ത് നോക്കിയേ, ഇതുപോലെ മൂക്കും ഇതുപോലെ തലയും ഇതുപോലെ കൈയും കാലുമായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ നമ്മളെ എന്തെന്നാണ് വിളിക്കുന്നത്? പോത്തേന്നാണോ വിളിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ പോത്തേന്നല്ല, മൃഗമെന്നല്ല, മറിച്ച് നമ്മളെ മനുഷ്യരെന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത് പറഞ്ഞേ? പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ ഒരു വ്യക്തിയാക്കി തീർക്കുന്നത് ബന്ധങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ വ്യക്തിയായിട്ട് ഉയർത്തുന്നത് എന്താണ് പറഞ്ഞേ? അപ്പം നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് മറ്റുള്ളവരോടൊക്കെ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്കൊക്കെ വളർന്നു. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം. ഈ ബന്ധങ്ങളിൽ വിള്ളൽ വീണാൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ പാപത്തിൽ പോലും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന് പരാജയങ്ങളുണ്ടാകും. അത് നമ്മൾ മറക്കരുത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ ബന്ധങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, 4 തരത്തിലുള്ള ബന്ധങ്ങൾ. ഒന്ന്, ദൈവത്തോട് നല്ലൊരു ബന്ധം നമുക്ക് കൂടിയേ തീരൂ. ശരിയാണോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എന്ന രീതിയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണമാകൂ. ഇപ്പം ഓർത്ത് നോക്കിയാൽ, നമുക്കിവിടെ വണ്ടിക്കൊരു കേട് വന്നു. നമ്മൾ ഉപയോഗിക്കുന്ന കാറും ജീപ്പും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഇപ്പം നമ്മുടെ ഒരു വണ്ടിക്ക് കേട് വന്നു, 2 ദിവസമായിട്ട് ഇത് ഒച്ചപ്പാട് ബഹളമാണ്, 2 ദിവസമായിട്ട് ഇതിൽ ശല്യം എന്താണ് പറയുക, നന്നായിട്ട് ഓടുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഇത് കൊണ്ട് എന്ത് ചെയ്യും? നമ്മളിതിനെ നന്നാക്കും, ഇല്ലേ? നമുക്കറിയാം, നമ്മൾ കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വെക്കില്ല, നമ്മൾ പെട്ടെന്ന് അത് കൊണ്ടുവന്ന് നന്നാക്കും. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ പശുവിനോ, നമ്മുടെ വീട്ടിലെ പോത്തിനോ, നമ്മുടെ വീട്ടിലെ ആടിനോ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ സാരമില്ലെന്നും പറഞ്ഞ് നമ്മൾ നിൽക്കുമോ? നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് അതിനെ ശരിയാക്കും, ഇല്ലേ? നമുക്കറിയാം രോഗം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഈ പറയുന്ന മനുഷ്യനായ നമ്മുടെ കാര്യം മാത്രം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ശാരീരികമായിട്ട് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും മനുഷ്യന്. പക്ഷെ നമ്മൾ ഓർക്കണം, മനുഷ്യൻ ശരീരം മാത്രമല്ല, മനസ്സുണ്ട്, ആത്മാവുണ്ട്, ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശരീരം മാത്രം നമ്മൾ ശരിയാക്കിയാൽ പോരാ, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോരാ, ആശുപത്രി പോയാൽ പോരാ, മറിച്ച് നമ്മുടെ മനസ്സിന് ഇതുപോലെയുള്ള ഭാരങ്ങൾ കയറുമ്പോൾ, മാനസികമായി പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ള മനസ്സുമായിട്ട് നമ്മൾ അകൽച്ചയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ആ മനസ്സിൻ്റെ ആ ബന്ധനങ്ങളെ നമ്മൾ മാറ്റുവാൻ നമുക്ക് കടമയുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ദൈവത്തോട് പൂർണ്ണമായൊരു ബന്ധം നമുക്കുണ്ടാവുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ എടുക്കുക. അതുകൊണ്ട് ദൈവത്തോട് നല്ലൊരു ബന്ധം നമുക്ക് എപ്പോഴും നമുക്കുണ്ടാവണം. അത് നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ശരീരം മാത്രം നന്നായാൽ പോരാ, നമ്മുടെ മനസ്സ് നന്നാകണം, നമ്മുടെ ഹൃദയം നന്നാകണം, നമ്മുടെ ബന്ധങ്ങൾ ഇതെല്ലാം കൂടെ ചേരുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ബന്ധങ്ങൾ അത് വളരെ ഇന്ന് നമ്മൾ പലപ്പോഴും പാപത്തിൻ്റെ അടിമകളാണ്, ഇന്ന് പലപ്പോഴും തിന്മകളുടെ അടിമകളാണ്, പല വിളച്ചതകളുടെയും അടിമകളാണ്. ഈ അന്ധകാരത്തിൽ നമ്മൾ കഴിയുന്നത് കൊണ്ട് നമുക്ക് ഈ ബന്ധങ്ങൾ പലപ്പോഴും ആഘോഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ബന്ധങ്ങളുടെ ആഘോഷം നമുക്കതുകൊണ്ട്, ഒന്ന്, ദൈവത്തോട് നല്ല ബന്ധമുണ്ടാവുക. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതല്ലേ? ഈ ദൈവത്തെ കൂടാതെ ഒന്നോർത്ത് നോക്കി, സൂര്യനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ പറയും സൂര്യൻ ഉദിച്ചുവെന്ന് പറയും. എന്നേക്കുമായി സൂര്യൻ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറയുമ്പോൾ നമ്മൾ പറയും സൂര്യൻ അസ്തമിച്ചുവെന്ന് പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നുമില്ല, സൂര്യൻ അസ്തമിക്കുന്നുമില്ല, മറിച്ച് ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമ്മൾ കാണുന്നതാ.
ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും ആ മനുഷ്യൻ ജനിച്ചു എന്ന്. എന്നേക്കുമായി ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മറയുമ്പോൾ നമ്മൾ പറയും ആ മനുഷ്യൻ മരിച്ചു എന്ന്. സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇല്ല. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു ജനനവുമില്ല, മരണവുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ജനിച്ചാലും മരിച്ചാലും ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമ്മൾ ആരുടെ കൺമുമ്പിൽ തന്നെയാ പറഞ്ഞ്? ദൈവത്തിൻ്റെ കൺമുമ്പിൽ. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ദൈവം നമ്മളെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നതാണെങ്കിൽ ഇനി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നെങ്കിൽ ഇതേ ദൈവത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശ്രേഷ്ഠമായ ബന്ധം നമുക്കുണ്ടാവണം. ഇന്ന് പലതരത്തിലുള്ള തിന്മകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോവുക, ദൈവത്തിലുള്ള ബന്ധങ്ങൾ മുറിയുക. പ്രിയപ്പെട്ടവർ, ഇന്ന് ജീവിതത്തിൽ ചില തകർച്ചകൾ നമുക്കുണ്ടാവാൻ, ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ നമുക്കുണ്ടാകാൻ, രോഗങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും കാരണം ഈ ദൈവത്തിൽ നിന്നുള്ള ബന്ധങ്ങളിൽ നമുക്ക് വിള്ളൽ വരുന്നത് കൊണ്ടാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ നമ്മൾ സുതാര്യമാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് തമ്പുരാനുള്ള ബന്ധങ്ങൾ, ദൈവത്തോടുള്ള ബന്ധങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാവട്ടെ. അതിനുവേണ്ടിയാണ് നമുക്ക് പള്ളി തന്നിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് കൂദാശകൾ തന്നിരിക്കുന്നത്, കുമ്പസാരം. എന്നോർത്ത് നോക്കി, നമ്മൾ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലെ അംഗങ്ങളാകുന്നതോടെ ഈ സഭ നൽകുന്ന ഔദാര്യം എന്നോർത്ത് നോക്കി വളരാൻ വേണ്ടി വിശുദ്ധി പ്രാപിക്കുക. ഈ പറയുന്ന നമ്മളെല്ലാവരും വിശുദ്ധി പ്രാപിക്കാൻ വിളിക്കപ്പെട്ടതാണെങ്കിൽ ഈ മാമോദീസ സ്വീകരിച്ച് നമ്മൾ കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി തീരുന്നതിലൂടെ സഭ നൽകുന്ന അനുഗ്രഹങ്ങളുടെ വലിയൊരു പട്ടികയെക്കുറിച്ച് നമുക്ക് വേണേ ചിന്തിച്ചു വെക്കാം, അല്ലേ? ഓർത്ത് നോക്കിയേ, നമ്മൾ മാമോദീസയുമൊക്കെ വേണ്ടിയിട്ട് സഭയിൽ ഔദ്യോഗികമായി അംഗമായി തീരാൻ നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ സഭയുടെ അധികാരി വന്ന്, അല്ലേ, ഔദ്യോഗികമായിട്ട് വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വന്ന് നമ്മളെ ആനവാദക്കൽ നിന്ന് നമ്മളെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം നമുക്ക് മാമോദീസ തരുന്നു. പിന്നീട് നമുക്കറിയാം, സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശകളിലൊന്നായിട്ടുള്ള സ്ഥൈര്യലേപനം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. വീണ്ടും സഭയുടെ ഏറ്റവും വലിയ സ്വത്തായ വിശുദ്ധ കുർബാന നമുക്ക് സ്വന്തമായി നമുക്ക് നൽകുന്നു. വീണ്ടും നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ആ ജീവിതാന്തസ്സിൽ പ്രവേശിക്കാൻ ആവശ്യമായ കൃപകൾ ആ ദേവാലയത്തിൽ നമുക്ക് കൂദാശകളിലൂടെ നമുക്ക് നൽകുന്നു. തുടർന്ന് നമുക്കറിയാം, പിന്നീട് നമുക്കറിയാം, നമ്മൾ രോഗാവസ്ഥയിലാണെങ്കിൽ എവിടെയാണെങ്കിലും വന്ന് നമുക്ക് രോഗീലേപനം തന്ന് നമ്മളെ പരിചരിച്ച് നമ്മളെ ശുശ്രൂഷിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഓർത്ത് നോക്കി, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുവാണോ വെറുതെ? അല്ല. മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇടപള്ളിയിൽ നിന്ന് അച്ഛൻ വരുന്നു, സാധിക്കുമേ മെത്രാൻ വരുന്നു, മറ്റു വൈദികർ വരുന്നു, അൽമായരും ധാരാളം ആളുകൾ നമുക്ക് വേണ്ടി വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് എത്ര പെട്ടിയിലൊക്കെ നമ്മളെ കിടത്തി ഷൂസ് വിട്ട് ആ പൂക്കെ അണിയിച്ച് എത്ര മനോഹരമായിട്ട് മരിച്ചു കഴിയും നമ്മളെ സഭ കാര്യമായിട്ടല്ലേ. ചില ആളുകളുടെ ശവോടൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, മുത്തുകുടകളൊക്കെ പിടിച്ച് കൊടിയും പിടിച്ച് മണിയടിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ചെണ്ടയൊക്കെ കൊട്ടി ഞാൻ കൂടിയിട്ടുണ്ട്. എത്ര മനോഹരമായിട്ട് പാട്ടും വെച്ച് എന്തു മനോഹരമായിട്ട് ആളുകൾ ചിട്ടയോടെ നിന്ന് അവരെ പള്ളിയിലേക്ക് മരിച്ചയാളെ കൊണ്ടുവരുന്നതല്ലേ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് എഴുന്നേറ്റ് ആ പെട്ടിയിൽ നിന്ന് ഒരു നിമിഷം ഒന്ന് നോക്കി ഇതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായേനെ ഈ മനുഷ്യന്, അല്ലേ? എന്നിട്ട് ഓർത്ത് നോക്കി, ദേവാലയത്തിൽ കൊണ്ടുവന്ന് അവിടെ കാര്യമായിട്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് എല്ലാവരും പൂക്കളൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും പാട്ടും പാടി സെമിത്തേരി കൊണ്ടുപോയി വൈദികനാ കല്ലറ വെഞ്ചിരിച്ച് രണ്ടാമത്തെ ആഗമനം വരെ നിനക്ക് പൗത്രീകരിക്കും വേണ്ട, കബറിടം പൗത്രീകരിക്കട്ടെ, ആനമ്പള്ളം തളിച്ച് കുന്തിരിക്കമൊക്കെ ധൂപിച്ച് അതിനെയൊക്കെ വിശുദ്ധീകരിച്ച് എന്നിട്ട് ഓർത്ത് നോക്കി ഭദ്രമായിട്ട് നമുക്ക് വേണ്ടി പൂക്കളൊക്കെ അർപ്പിച്ച് ആ പെട്ടിയിൽ ഭദ്രമായി അടച്ചിട്ട് ഇതിൽ സൂക്ഷിക്കുക. എന്നിട്ട് കല്ലറ മൂടിയിട്ട് എല്ലാ ദിവസവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആണ്ടിലും പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, ഒപ്പീസിയല്ലി. ഓർത്ത് നോക്കി, നമ്മളൊരു കത്തോലിക്ക സഭയിൽ അംഗമായി തീരുന്നതിലൂടെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി സഭ നൽകുന്ന ഔദാര്യങ്ങളും സഭ നൽകുന്ന ആനുകൂല്യങ്ങളും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത്രമാത്രം ബന്ധപ്പെട്ട നമ്മുടെ ജീവിതം, അല്ലേ? ഇത്രമാത്രം മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി തീരുന്നതിലൂടെ ഈ ദൈവത്തോടെ ഇത്രമാത്രം ബന്ധപ്പെട്ട ഒരു ജീവിതമാണ്. നീ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലെ അംഗമായി തീർന്നിരിക്കുകയാണ് നീ. പ്രൈസ് ദി ലോർഡ്. മാർപ്പാപ്പ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താ. മാർപ്പാപ്പ പറയുക, നീ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലെ അംഗം, അതായത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗമായിട്ട് നീ തീർന്നിട്ടുണ്ടെങ്കിൽ ഇനിമേൽ നിനക്ക് രക്ഷ
ഈ സഭയിൽ നീ നിലനിൽക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇപ്പോൾ ഓർത്ത് നോക്കി, ഇതാരുടെ കയ്യാ? ഇതെൻ്റെ കയ്യാ. ഈ കൈ പറയുക, ഈ വർഗീസ് അച്ഛൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും അച്ഛൻ ഈ പ്രസംഗിയും എടുത്ത് വീശും, ഇനി ഞാൻ മടുത്തെന്നും പറഞ്ഞ് എന്നിൽ നിന്ന് ഈ കൈ അങ്ങ് മുറിഞ്ഞു പോയാൽ ഈ കൈക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. അപ്പം ഈ കൈക്ക് നിലനിൽപ്പെന്ന് പറയുന്നത് എന്നോട് ചേർന്നിരിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതുപോലെ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി, അതായത് യേശുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മെ സംബന്ധിച്ച് ഈ യേശുവിനോട്, ഈ കർത്താവിനോട്, ഈ രക്ഷകനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് രക്ഷയുടെ അനുഭവം കിട്ടുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം നമ്മളെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ബന്ധം വേണോ? പറഞ്ഞ് വേണോ? പള്ളിയിൽ പോകണോ? നമ്മൾ പള്ളിയിൽ പോകണം, നമ്മൾ കുരിശ് വരയ്ക്കണം, നമ്മൾ കൂദാശകൾ സ്വീകരിക്കണം, നമ്മൾ ദൈവത്തോട് എത്രമാത്രം ചേർന്ന് ജീവിക്കാവോ അവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമുണ്ടാകുക. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഈ മേഖലയെ ഒന്ന് നമുക്ക് സമർപ്പിക്കുന്നു. കണ്ണുകൾ അടയ്ക്കുന്നു, കരങ്ങൾ മടിയിൽ തുറന്നു വെക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ട വില കൊടുക്കാതിരുന്ന നിമിഷങ്ങളെ ഓർക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഈ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീണ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചയും തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ദൈവം നമ്മളെ വിളിച്ച് നമുക്ക് സഭയിലെ നമ്മൾ അംഗങ്ങളാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് കർമ്മങ്ങൾ കിട്ടുക. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ പല തകർച്ചകൾക്കും കാരണം ഈ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ വിള്ളലാകാം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, പള്ളിയിൽ പോകാതെ, കുരിശു വരയ്ക്കാതെ, പ്രാർത്ഥനകൾ ചൊല്ലാതെ, ദൈവിക കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ, ദൈവത്തെയും മറ്റുള്ളവരെയൊക്കെ പുച്ഛിച്ചുകൊണ്ട്, പ്രാർത്ഥിക്കുന്നവരെ ധിക്കരിച്ചുകൊണ്ട്, വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് എല്ലാ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. കർത്താവേ, കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ വിശുദ്ധിയോടെ, അങ്ങുമായിട്ടുള്ള ബന്ധങ്ങളിൽ കൂടുതൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി എല്ലാ കൃപകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കൃപകളും ആ മേഖലകളിൽ വന്ന, ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിൽ വന്ന, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, ചില താല്പര്യങ്ങൾക്ക്, ചില മനോഭാവങ്ങൾക്ക്, ചില തീരുമാനങ്ങൾക്ക്, ചില ഇഷ്ടങ്ങൾക്ക് കൊടുത്ത എല്ലാ ശ്രദ്ധയെയും ഓർത്ത്, എല്ലാ സ്ഥാനങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ എത്തുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്.